ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു SNplus. ഇന്ന് ഞാൻ ഗോതമ്പിൻ്റെ അലീസ് രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർ അലീസ് തന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെയും ഗോതമ്പുണ്ടല്ലോ, അതുപോലെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു റേഷൻ കടയിൽ ഗോതമ്പ് കൊണ്ട് പറ്റൂല കേട്ടോ എന്ന്. പക്ഷേ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അവർ പറഞ്ഞതുപോലെ തന്നെ അത് വെന്ത് വരാൻ ഭയങ്കര താമസം. അപ്പോൾ അത് ശരിയായില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചായൻ്റെ കൂടെ തന്നെ ചോറും ആക്കാറുണ്ടായിരുന്നു. ചോറ് അവിടെ പ്രഷർ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലേക്ക് ചിക്കൻ കറി ഉണ്ടാക്കി രാവിലെ ഇനിയിപ്പോൾ ചോറ് കഴിക്കാമെന്ന്. രാവിലെ ചോറ് കഴിക്കാറില്ല കേട്ടോ. പക്ഷേ എന്താ ചെയ്യുക, ഇനി കടി ഉണ്ടാക്കാൻ സമയമില്ല. അപ്പം ഉള്ളി അവിടെ വഴണ്ടി വരുമ്പോഴേക്കും ഞാനിവിടെ തക്കാളി, വെളുത്തുള്ളി, കരിവേപ്പിലൊക്കെ ചതക്കിയിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഗോതമ്പ് വെന്തിട്ടില്ലല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതോടെ വേവിച്ച് വെച്ചാൽ വൈകുന്നേരം ചായക്കടിയാക്കി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ഇതാ തിളച്ച വെള്ളം ഒഴിച്ചെടുത്തൊന്ന് മിക്സ് ആക്കുകയാണ്. അപ്പോൾ വഴറ്റിയ ഉള്ളിയിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു കേട്ടോ. പച്ചമുളക് അരിഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, പച്ചമുളകിൽ നിന്നൊരു ടേസ്റ്റ് വരാനുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ വേറെ ടേസ്റ്റ്, പക്ഷേ എരിവ് ഉണ്ടാവില്ല. കുട്ടികൾക്ക് ഇവിടെ എരിവ് പറ്റില്ല കേട്ടോ. അപ്പോൾ തക്കാളി എനിക്ക് അരിഞ്ഞ് മോന് കുറച്ച് സഹായിച്ച്, പിന്നെ അവന് മടുത്തു കേട്ടോ. പിന്നെ ബാക്കി ഞാൻ തന്നെ അരിഞ്ഞെടുത്തു ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി തക്കാളി പെട്ടെന്ന് വഴണ്ടി വരണമെങ്കിൽ ഇതിലേക്ക് കല്ലുപ്പ് ഇടണം. അപ്പോൾ ഇതാ പാകത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, വേഗം ഏറിപ്പോവും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഇടാൻ. നമുക്ക് ഉപ്പ് കുറഞ്ഞാൽ കുഴപ്പമില്ല, കൂടിയാലാണല്ലോ പ്രശ്നം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഗോതമ്പ് ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഈ കുക്കറിൻ്റെ പ്രത്യേകത ആണ് കേട്ടോ, ഉള്ള വെള്ളം മുഴുവൻ പുറത്തായിരിക്കും. ഗ്യാസൊക്കെ ആകെ വൃത്തികേടായി കിട്ടും. അപ്പോൾ ഗരം മസാല പൊടിച്ചതില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2 ഏലക്ക, 2-3 ചെറിയ കഷ്ണം പട്ട, പിന്നെ 2 കഷ്ണം പൂവ്, പിന്നെ ചെറിയൊരു കഷ്ണം ജാതിക്കൻ്റെ പൂവില്ലേ, എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്കുള്ള പൊടികൾ, ഒരു 2 ചെറിയ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി കേട്ടോ, ചെറിയ സ്പൂൺ മതി. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പൊടി ആദ്യം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ പൊടി ഡ്രൈ ആയിട്ടുള്ള ഈ പൊടി മസാലയിലേക്ക് ഇടുമ്പം വേഗം സ്മെല്ലൊക്കെ മാറി വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് അത് പേസ്റ്റ് ആക്കിയത് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ മസാലയുടെ മണം മാറും ചെയ്യൂല, നല്ല വൃത്തിയായിട്ട് വഴറ്റി കിട്ടും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം കേട്ടോ. അപ്പോൾ ഇതാ പേസ്റ്റ് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ചിക്കന് കറിയാക്കാനല്ല ഉദ്ദേശിച്ചത്, ഒന്ന് പെരട്ടാക്കാനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട്
വഴണ്ട് ഇതിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ. ചിക്കൻ ഇപ്പോൾ കറിയാക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ചിക്കന് ഐസ് വിട്ടിട്ടില്ല, നല്ല കട്ടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വിചാരിച്ചു. വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന്, ഇപ്പോൾ തണുപ്പാണല്ലോ, പെട്ടെന്ന് ഐസ് വിടാൻ ചാൻസ് ഇല്ല. ഞാൻ ചെറിയ കഷ്ണം അതിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും ഐസ് വിടാതെ കറി ആക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും, പക്ഷെ എന്താ ചെയ്യുക. അതുമാതിരി ചില ആളുകൾ ഐസായ പാല് വെച്ച് തിളപ്പിക്കാറുണ്ട്. ശരിക്കും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ പെരട്ട് ഇതാ. അപ്പോൾ ഇതിലേക്ക് കുറച്ചധികം മല്ലിച്ചപ്പ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചിക്കൻ ഉണ്ടാക്കി നോക്കൊണ്ടു. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് പറയണം കേട്ടോ. ചോറ് അവിടെ വാർത്ത് വെച്ചു. ചിക്കന് വെന്തു, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് കണ്ടോ. ഇതിൻ്റെ ചെറിയൊരു കഷ്ണം മതി ചോറ് കഴിക്കാൻ. നല്ല ഗ്രേവിയോട് കൂടിയ പീസ് എടുത്താൽ നമുക്ക് ചോറ് ഈസിയായി കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ അലീസയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ കുറേ സമയം എടുത്തിട്ടോ വേവിക്കാൻ. പിന്നെ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിലൂടെ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഉണ്ടാക്കിയ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം കേട്ടോ. താങ്ക് യു.